ട്രിവാൻഡ്രം മുതൽ കോട്ടയം വരെ പോകുന്ന MC റോഡാണിത്. ഒരുപാട് അപകട സാധ്യത കൂടിയ റോഡ്. കാറിനെ ഓവർടേക്ക് ചെയ്യാനായി മീഡിയൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ലൈനിലൂടെയാണ് ഞാൻ വാഹനം ഓടിച്ചതെങ്കിൽ ഡിവൈഡറിൽ പോയി തട്ടിയേനെ. റോഡിലെ മാർക്കിങ്ങുകൾ നോക്കി വാഹനം ഓടിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ കാണുന്ന യെല്ലോ സ്ട്രൈപ്ഡ് മീഡിയനിൽ കയറാനോ ഓവർടേക്ക് ചെയ്യാനോ നിൽക്കരുത്. അടുത്തതായി MC റോഡിൽ ഇതേപോലത്തെ സിക്സാക്ക് ലൈൻസ് കാണാം. ഇത്തരം ലൈൻസ് കണ്ടാൽ നമ്മുടെ വാഹനം സ്ലോ ആക്കണം. തൊട്ട് മുന്നിൽ സീബ്ര ക്രോസിംഗ് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കണ്ടില്ലേ, ഓട്ടോറിക്ഷ ഇടത് ചേർത്തി, കാറ് വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇടത്തേക്ക് പോകുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇവിടെ സീബ്ര ലൈനും ഉണ്ട്. ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? അടുത്തതായി ഡബിൾ സോളിഡ് ലൈനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓവർടേക്ക് ചെയ്യാനേ പാടില്ല. അതുപോലെ തന്നെ ജംഗ്ഷൻ മുന്നിലുണ്ടാകും. മുന്നിൽ പോകുന്ന ടോറസ് ലോറിയുമായി നിശ്ചിത അകലം തീർച്ചയായിട്ടും പാലിക്കണം. മുന്നിൽ കാണുന്ന ഡോട്ടഡ് പ്ലസ് സോളിഡ് ലൈൻ, നമുക്കിവിടെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോവാം. പക്ഷേ കണ്ടില്ലേ, ഒരു ഓട്ടോറിക്ഷ ക്രോസ് ചെയ്ത് വന്നത്. നമ്മുടെ വേഗത കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടം സംഭവിക്കും. സിക്സാക്ക് ലൈൻസ് ചെന്നെത്തുന്നത് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിലാണ്. ബസ്സിൻ്റെ തൊട്ട പുറകിൽ ചെന്ന് വലത്തേക്ക് എടുത്ത് ഓവർടേക്ക് ചെയ്യാൻ നിൽക്കരുത്. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് മിറർ നോക്കി വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം സേഫായി ഓവർടേക്ക് ചെയ്ത് ഇടതുഭാഗത്തേക്ക് കയറുക. നോ പാർക്കിംഗ് ബോർഡിൻ്റെ താഴെ തന്നെ വാഹനം നിർത്തിവെച്ചിരിക്കുന്നു. എന്താ ചെയ്യേണ്ടത്? MC റോഡിൽ പല സ്ഥലത്തും ഇടതുഭാഗത്ത് നോ പാർക്കിംഗ് ആണ്. ശ്രദ്ധിച്ച് മാത്രം പാർക്ക് ചെയ്യുക. നമ്മുടെ സൈഡിൽ ഡോട്ടഡ് ലൈനാണ്. പക്ഷേ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് മിറർ നോക്കണം. കണ്ടില്ലേ, KSRTC കയറിപ്പോയത്. അവർക്ക് സമയത്തിന് പോകണം. അവർ പലപ്പോഴും ഈ ലൈനുകളൊന്നും നോക്കാറില്ല. പക്ഷേ നമ്മൾ നോക്കി നോക്കൂ, മിറർ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ റോഡിലെ മാർക്കിങ്ങുകളൊക്കെ മാഞ്ഞു തുടങ്ങിയെന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഒന്ന് കണ്ണ് തുറന്ന് നോക്കണം. മുന്നിൽ ജംഗ്ഷൻ എത്തുമ്പോൾ വാഹനങ്ങൾ ഇതുപോലെ ക്രോസ് ചെയ്യാൻ നിൽക്കും. അവരെ ക്രോസ് ചെയ്യാനായിട്ട് അനുവദിക്കുക. ഇതേപോലെ കയറി പോകാൻ നിൽക്കരുത്. ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത പതിയെ കുറച്ചുകൊണ്ട് വരിക. പുറകിലുള്ള വാഹനവും അതിനനുസരിച്ച് കുറച്ചോളും. അപ്പോൾ നമുക്ക് നിർത്തി കൊടുക്കാൻ സാധിക്കും. അടുത്തതായി ഇതേപോലെ ആരോ മാർക്കുകൾ റോഡിൽ വരുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഓവർടേക്കിംഗ് പൂർത്തിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡബിൾ സോളിഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഓവർടേക്ക് ചെയ്യാൻ ഇതേപോലെ നിൽക്കരുത്. കണ്ടില്ലേ, ഇവർ ഓവർടേക്ക് ചെയ്ത് കയറി വന്നു. എനിക്ക് ഇടത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് മാറേണ്ടിയും വന്നു. മുന്നിൽ ആംബുലൻസും പോകുന്നുണ്ട്. അതുപോലെ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈറ്റും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വാഹനത്തിൻ്റെ വേഗതയും നേരത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ റോഡാണെന്ന് വെച്ച് അടിച്ച് മിന്നിച്ച് വിടാൻ നിൽക്കരുത്. ഇവിടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. പക്ഷേ മുകളിൽ ക്യാമറകൾ കണ്ടില്ലേ? MC റോഡിൽ ഇതേപോലെ പല സ്ഥലത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. പെറ്റിയുടെ ബഹളമായിരിക്കും പിന്നെ വരുന്നത്. പിന്നെ റോഡിലൂടെ ഓടിക്കുമ്പോൾ ഇടത് സൈഡിലുള്ള സൈൻ ബോർഡുകൾ കൂടെ ശ്രദ്ധിക്കുക. മുന്നിൽ ജംഗ്ഷൻ വരുന്നുണ്ടോ? വളവാണ്, ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. മുന്നിൽ ബസ് സ്റ്റോപ്പ് എന്ന ബോർഡുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് മുന്നോട്ട് പോയാൽ ഇവിടെ പാർക്കിംഗ് പാടില്ല എന്ന ബോർഡുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാവുന്നതാണ് കാര്യം. പിന്നെ ഇതേപോലെ സ്പീഡ് കുറഞ്ഞു പോകുന്ന ലോറികൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് മാറിത്തരുമ്പോൾ നമ്മൾ ആ സമയം ഉപയോഗപ്പെടുത്തി പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യുക. ഇവിടെ ഡബിൾ സോളിഡ് ലൈനാണ്. അത് ക്രോസ് ചെയ്ത് ഓവർടേക്ക് ചെയ്യാൻ നിൽക്കരുത്. അടുത്തതായി യെല്ലോ ലൈൻസിനിപ്പുറം വൈറ്റ് സ്ട്രൈപ്സും ഉണ്ട്. ഇതിലൂടെ നമ്മൾ വാഹനം ഓടിച്ച് കയറ്റാനോ വാഹനം പാർക്ക് ചെയ്യാനോ പാടുള്ളതല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിതുപോലെ സൈൻ ബോർഡുകളും റോഡ് മാർക്കിങ്ങുകളും നോക്കി തന്നെയാണോ വാഹനം ഓടിക്കുന്നത്? ഇല്ല എങ്കിൽ തിരുത്തേണ്ട സമയം ഇതാണ്. അപകടങ്ങൾ മാക്സിമം ഒഴിവാക്കുക, കുറയ്ക്കുക. ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.